സംസ്ഥാനത്ത് ഭിന്നശേഷിക്കാരുടെ അസ്വാഭാവിക മരണം വളരെ കൂടുന്നു. 3 കൊല്ലത്തിനിടെ 30 ജീവനുകൾ പൊലിഞ്ഞു എന്നുള്ളത് ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്നു. ഭൂരിഭാഗം കേസുകളും മക്കളെ കൊന്ന് രക്ഷിതാക്കൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളാണ്. സേവ് ദ ഫാമിലി കൂട്ടായ്മയുടെ പഠനങ്ങളിലാണ് ഈ കാര്യം വ്യക്തമായത്. ഇതൊരു 24 പ്രൈം ടൈം ബ്രേക്കിംഗ് ന്യൂസാണ്. അതിലേക്ക് നമുക്ക് ആദ്യം കടക്കാം. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരിൽ 3 വർഷത്തിനിടെ സംസ്ഥാനത്ത് മാതാപിതാക്കളാൽ കൊല്ലപ്പെട്ടത് 18 പേർ. പിന്നീട് രക്ഷിതാക്കൾ ജീവനൊടുക്കുകയും ചെയ്യുന്നു. ഇത്തരം സംഭവങ്ങളിലായി സംസ്ഥാനത്ത് 2022 മുതൽ ഇതുവരെ പൊലിഞ്ഞത് 30 ജീവനുകൾ. ബുദ്ധിമാന്ദ്യം ഉള്ളവരുടെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ സേവ് ദ ഫാമിലി സംസ്ഥാന പ്രസിഡന്റ് കെ മുജീബ് നടത്തിയ പഠനങ്ങളിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാകുന്നത്. 18 വയസ്സുവരെ വിവിധയിടങ്ങളിൽ പഠിക്കാൻ കുട്ടികൾക്ക് അവസരമുണ്ട്. എന്നാൽ പിന്നീട് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടാൻ വിധിക്കപ്പെടുന്നു. ഇത് രക്ഷിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം ചെറുതല്ല. പലവിധത്തിലുള്ള ആശങ്കകളിലൂടെയാണ് ഇത്തരത്തിലുള്ള ഓരോ മാതാപിതാക്കളും തങ്ങളുടെ നിത്യജീവിതം കഴിച്ചുകൂട്ടിക്കൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ കാലശേഷം ഈ മക്കളെ ആര് പരിചരിക്കും, ആര് സംരക്ഷിക്കുമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ വരികയും കുടുംബത്തിലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾ മൂലവുമൊക്കെയാണ് ഇത്തരത്തിൽ ഓരോ കുടുംബങ്ങളിലും ഒന്നിനു പുറകെ മറ്റൊന്നായി അനർത്ഥങ്ങൾ തുടർക്കഥകളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അമ്പലപ്പുഴയിൽ 30 വയസ്സുള്ള ഭിന്നശേഷിക്കാരനെ കൊന്ന് അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത സംഭവം. തിരുവനന്തപുരം ചിറയൻകീഴിൽ ഭിന്നശേഷിക്കാരിയായ കുട്ടിയെ ശ്വാസം മുട്ടിച്ച് അമ്മ കൊലപ്പെടുത്തിയത്. മകൻ ഭിന്നശേഷിക്കാരനായതിന്റെ മാനസിക സംഘർഷത്തിൽ മലപ്പുറത്തുണ്ടായ കൂട്ട ആത്മഹത്യ. കാസർഗോഡ് 28-കാരിക്ക് വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം അമ്മയുടെ ആത്മഹത്യ. അങ്ങനെ ആവർത്തിക്കുന്ന സംഭവങ്ങൾ ആശങ്കപ്പെടുത്തുകയാണ്. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണത്തെക്കുറിച്ചുള്ള രക്ഷിതാക്കളുടെ ആശങ്കയാണ് ഇത്തരം കൊലപാതകങ്ങൾക്ക് വഴിവെക്കുന്നത്. സർക്കാർ വിഭാവനം ചെയ്തിരിക്കുന്ന ബെഡ്സ് റീഹാബിലിറ്റേഷൻ സെൻറ്റേഴ്സൊന്നും ഈവൻ ഇപ്പോൾ ഞാൻ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ താമസിക്കുന്ന ഒരാളാണ്. ഒരു BRC സെൻറ്റർ പോലും കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലില്ല. പിന്നെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുട്ടികളെ ഇൻ്റർവ്യൂ ചെയ്തെടുക്കുന്നത് കൊണ്ട് നല്ലൊരു വിഭാഗം കുട്ടികളും കോർണർ ചെയ്യപ്പെടുകയാണ്. ഈ ആഫ്റ്റർ 18 ശേഷം ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് അൺസർട്ടനിറ്റിയിൽ തന്നെയാണ്. മാതാപിതാക്കളുടെ മരണശേഷം ഭിന്നശേഷിക്കാരെ പരിചരിക്കുന്നതിന് പുനരധിവാസമോ പരിചരണ കേന്ദ്രമോ ഉണ്ടെങ്കിൽ അത് വലിയ ആശ്വാസമാകും. ഇത്തരം വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഓട്ടിസം സെന്ററുകൾ, റീഹാബിലിറ്റേഷൻ സെന്ററുകൾ, തെറാപ്പി സെന്ററുകൾ, പരിശീലന കേന്ദ്രങ്ങൾ തുടങ്ങി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കുന്നുണ്ട്. എന്നാൽ ഈ സംവിധാനങ്ങളുടെ പോരായ്മയാണ് മരണനിരക്ക് ഉയരുന്നതിലൂടെ പുറത്തുവരുന്നത്. വിഷയത്തിൽ വിശദമായ പഠനവും പരിഹാരവും അനിവാര്യമാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.